ഒരു ചെറു വിരൽ അനക്കിയാൽ പറയാൻ നിൽക്കില്ല, പാകിസ്ഥാനെ അടിച്ച് തരിപ്പണമാക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിക്കേണ്ടി വന്നു. ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണത്തിനും ഇസ്ലാമാബാദിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ വെറും ഒരു സൈനിക നടപടിയല്ല എന്നും അതിർത്തിക്കപ്പുറമുള്ള ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പാണ് എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാകിസ്ഥാന് കുടിക്കാൻ വെള്ളം പോലും ഇനി ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അതിനെല്ലാം പിന്നാലെയാണ് രാജ്നാഥ് സിംഗും രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രതികാര നടപടിക്ക് മുന്നിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിക്കേണ്ടി വന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണവും ഇസ്ലാമാബാദിന് വലിയ വില നൽകേണ്ടി വരും. അതുമാത്രമല്ല, രാജ്യം ഇനി ഭീകരതയുടെ ഇരയാകില്ല എന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് മറുപടിയായി ശക്തിയും തന്ത്രവും ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഇന്ത്യ ദൃഢനിശ്ചയമുള്ളതും ഇനി ഭീകരതയ്ക്ക് ഇരയാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ശക്തിയും തന്ത്രവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കുമെന്നും, അതുമാത്രമല്ല, ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ നോർത്തേൺ കമാൻഡർ സൈനികരുമായി സംവദിക്കുകയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ പാക് അധീന കാശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിൽ സായുധ സേനകളുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കൃത്യത, അതുപോലെ തന്നെ ഏകോപനം, ധൈര്യം എന്നിവയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ നയത്തിലെ മാറ്റം ഈ സമാനതകളില്ലാത്ത ധൈര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമാണ് എന്നും പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ വെറും ഒരു സൈനിക നടപടിയായി കാണാൻ കഴിയില്ല. അതിർത്തി കടന്നുള്ള തീവ്രവാദങ്ങൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് എന്നും, ഇന്ത്യ ഇനി ഭീകരതയെ വെച്ചു പൊറുപ്പിക്കില്ല എന്നും, ഐക്യത്തോടെയും അഖണ്ഡതയോടെയും തന്നെ അതിനൊരു കോട്ടവും സംഭവിച്ചാൽ ഉചിതമായ മറുപടി തന്നെയായിരിക്കും നൽകാൻ ഒരുങ്ങുന്നതെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ഇതൊരു താൽക്കാലിക വിരാമം മാത്രമാണ് എന്നും, അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യത്തോട് ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സൈനികന്റെ ജീവിതം ധൈര്യവും ത്യാഗവും നിറഞ്ഞതാണ് എന്നും, മാതൃരാജ്യത്തിന് സായുധ സേന നൽകുന്ന സേവനങ്ങൾക്ക് രാഷ്ട്രീയം എപ്പോഴും കടപ്പെട്ടിരിക്കുന്നതാണ്. 2025 അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിക്കിടയിൽ സംസാരിക്കവെയായിരുന്നു ശരീരവും മാനസികവുമായ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ജവാന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈന്യത്തിന്റെ ജീവിതത്തിൽ ശക്തിയുടെയും ആരോഗ്യത്തിന്റെയും പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു. നിങ്ങൾ ശക്തരാണെങ്കിൽ ഞങ്ങളുടെ അതിർത്തികളും ശക്തമാകും. അതിർത്തികൾ ശക്തമാകുമ്പോൾ ഇന്ത്യയും ശക്തമാകുമെന്ന് തന്നെയാണ് സൈന്യത്തിനായി ആ ഒരു ധൈര്യം പകർന്നു നൽകിക്കൊണ്ട് രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.